Welcome back, my dear students, on a new lecture of mathematical analysis. In this lecture, we will be discussing about a new class of convergence of a series. So we have discussed that a series is convergent if and only if its sequence of partial sums is convergent. So the things we have discussed is summation xn converges if and only if its sequence of partial sum Sn is convergent by definition. And also we have discussed some tests for convergence. Okay, so this test usually helps to find the convergence of or divergence of a series using the nth term of the sum. So this is quite easy if such conditions exist. More such conditions exist, we can easily understand. Now, there may exist cases in which we can classify the different types of convergence, like as in the case of summation minus 1 raised to n plus 1 by n. This series is actually 1 minus 1 by 2 plus 1 by 3 minus 1 by 4 plus 1 by 5 minus 1 by 6 plus etc. ഈ സീരീസ് കൺവേർജൻ്റ് ആണ്, നമുക്കറിയാം. ആൻഡ് summation 1 by n, which is actually 1 plus 1 by 2 plus 1 by 3 plus etc. This is actually divergent. We have proved this. So ഈ രണ്ട് സീരീസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഈ സീരീസിൻ്റെ അകത്തെ ചില നെഗറ്റീവ് ടേംസ് ഉള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ഈ സീരീസിൻ്റെ nth ടേമിൻ്റെ മോഡുലസ് പോസിറ്റീവ് ടേംസ് ആണ് ഈ സീരീസ്. ബട്ട് ഇനി നമ്മൾ വേറെ ഒരു സീരീസ് എടുക്കുകയാണെങ്കിൽ സമ്മേഷൻ മൈനസ് 1 റേസ് ടു n പ്ലസ് 1 ബൈ n സ്ക്വയർ. ദിസ് ഈസ് ആക്ച്വലി കൺവേർജൻറ്റ്. സമ്മേഷൻ 1 ബൈ n സ്ക്വയർ ഈസ് ഓൾസോ കൺവേർജൻറ്റ്. യു ക്യാൻ ഈസിലി വെരിഫൈ ദാറ്റ്. സോ ഇവിടെ നമ്മൾ ഓൾട്ടർനേറ്റായിട്ട് ഈ സീരീസിൻ്റെ ടേംസിന് ഓൾട്ടർനേറ്റായിട്ട് പ്ലസും മൈനസും കൊടുത്തപ്പോൾ ദ കറസ്പോണ്ടിങ് സീരീസ് ബിക്കംസ് കൺവേർജൻറ്റ്. പക്ഷേ the original series was actually divergent. But here നമ്മൾ ഈ സീരീസ് കൺവേർജൻ്റ് ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസും പ്ലസും കൊടുത്തപ്പോഴും കറസ്പോണ്ടിങ് സീരീസ് ഈസ് ഓൾസോ കൺവേർജൻറ്റ്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സീരീസിൻ്റെ കൺവേർജൻസിനെ വി ക്യാൻ ആക്ച്വലി ക്ലാസിഫൈ. ബിക്കോസ് ഇവിടെ ഈ സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ ടേംസ് പോസിറ്റീവ് ആകുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് സീരീസ് കൺവേർജൻ്റ് അല്ല. ഇവിടെ ഈ സീരീസ് കൺവേർജൻ്റ് ആണ്, അതിൻ്റെ ടേംസ് പോസിറ്റീവ് ആക്കുമ്പോൾ ഉള്ള സീരീസും കൺവേർജൻ്റ് ആണ്. യൂസിങ് ദാറ്റ് ഫാക്ട്, ടേംസ് പോസിറ്റീവ് ആക്കുക എന്ന് വെച്ചാൽ മോഡുലസ് എടുക്കുക. സോ യൂസിങ് ദാറ്റ് ഫാക്ട്, ഫ്രം ദിസ് വി ക്യാൻ ഒബ്സർവ് ടു തിങ്സ്. ഓക്കെ, ദ ഫസ്റ്റ് തിങ് ഈസ് there are series. So there are series in which summation xn and summation modulus of xn converges. xn modulus of xn converge in the series ഉണ്ട്. And summation xn converges but summation modulus of xn diverges. സോ ഇങ്ങനെയുള്ള സീരീസുകളുണ്ട്. സോ ഇത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഓക്കെ, സോ നമുക്ക് ഒരു സീരീസിൻ്റെ കൺവേർജൻസ് സമേഷൻ എക്സൻ്റെയും സമേഷൻ മോഡുലസ് ഓഫ് എക്സൻ്റെ ടേംസിൽ കൂടി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഈ രണ്ട് ടൈപ്പ് ഓഫ് സീരീസും സമേഷൻ എക്സനും സമേഷൻ മോഡുലസ് ഓഫ് എക്സനും കൺവേർജ് ചെയ്യുന്ന സീരീസുകളെയാണ് നമ്മൾ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ if at all there exists a series such that summation xn converges but summation modulus of xn diverges, അങ്ങനെയുള്ള സീരീസിനെയാണ് കണ്ടീഷണലി കൺവേർജൻറ്റ് സീരീസ് എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം,
So according to this concept, we can actually classify the convergence of series into two different classes. Okay, so കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കുറച്ചുകൂടെ ഫോർമൽ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. സോ ഇറ്റ് ഈസ് അബ്സല്യൂട്ട് കൺവേർജൻസ്. ഓക്കെ, സോ ഒരു സീരീസ് absolutely convergent ആകണമെങ്കിൽ its condition is that summation modulus of xn converges. Okay, so let x is equal to xn be a sequence in R real sequence. We say that the series summation xn is absolutely convergent if the series summation modulus of xn is convergent. Okay, and the series is conditionally convergent conditionally convergent non absolute convergence എന്ന് വിളിക്കാം. If it is convergent, but not absolutely convergent. So the series convergent ആകണമെങ്കിൽ ആ സീരീസിൻ്റെ മോഡുലസ് കറസ്പോണ്ടിങ് മോഡുലസ് സീരീസും കൺവേർജൻ്റ് ആയിരിക്കണം. വിച്ച് മീൻസ് ആ സീരീസും കൺവേർജൻ്റ് ആണ്, അതിൻ്റെ കറസ്പോണ്ടിങ് മോഡുലസ് സീരീസും കൺവേർജൻ്റ് ആണ്. അങ്ങനെയുള്ള സീരീസുകളെയാണ് നമ്മൾ അബ്സലൂട്ട്ലി കൺവേർജൻറ്റ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഇനിയും ചില സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ മോഡുലസ് സീരീസ് കൺവേർജൻ്റ് ആകണമെന്ന് നിർബന്ധമില്ല. ദ ക്ലാസിക് എക്സാമ്പിൾ ഈസ് സമ്മേഷൻ -1n+1 ഡിവൈഡഡ് ബൈ n. ആ സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ സമ്മേഷൻ 1/n എന്നുള്ള സീരീസ് കൺവേർജൻ്റ് അല്ല എന്ന് കിട്ടും. സോ വിച്ച് മീൻസ് ദിസ് സീരീസ് ഈസ് ആക്ച്വലി ഇറ്റ് സീരീസ് കൺവേർജസ് ആൻഡ് ഇറ്റ്സ് മോഡുലസ് ഈസ് നോട്ട് കൺവേർജൻറ്റ് ഓർ ദ സീരീസ് ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. അങ്ങനെയുള്ള സീരീസുകളെയാണ് നമ്മൾ കണ്ടീഷണലി കൺവേർജൻറ്റ് ഓർ നോൺ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് എന്ന് പറയുന്നത്. സോ based on this fact we can actually classify the convergence of a series into two classes: absolute convergence as well as conditionally convergence. So ഇവിടെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സമ്മേഷൻ 1/n² ഈസ് ആക്ച്വലി നമ്മൾ ഇതിനെ -1n+1. This is actually absolutely convergent. Okay, summation -1n+1 by n is not absolutely convergent, so it is actually conditionally convergent. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കൺവേർജൻ്റ് ആയ ഒരു സീരീസിനെയാണ് നമ്മൾ ഇത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് ഡൈവേർജൻ്റ് ആയ സീരീസുകളെ ഇങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു കൺവേർജൻസ് ഡിഫൈൻ ചെയ്തതെന്ന് വെച്ചാൽ, ചില സീരീസിൻ്റെ കേസിൽ the convergence of the positive term series or the convergence of the modulus term series becomes much more easier compared to the convergence of the series itself. Okay, ചില സീരീസിൻ്റെ കേസിൽ നമുക്ക് മോഡുലസ് ടേംസ് എടുത്താൽ കറസ്പോണ്ടിങ് ആയി കിട്ടുന്ന സീരീസിൻ്റെ കൺവേർജൻസ് വളരെ വേഗത്തിൽ പറയാൻ സാധിക്കും. അങ്ങനെയുള്ള കേസിൽ കുറച്ചുകൂടെ സ്ട്രോങ്ങർ വേർഷൻ ഓഫ് കൺവേർജൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒറിജിനൽ സീരീസ് കൺവേർജൻസ് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളിത് ഒന്നാമതായി ഡിഫൈൻ ചെയ്യുന്നത് അബ്സല്യൂട്ട് കൺവേർജൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ്. രണ്ടാമത്തേത്, ഈ സീരീസിൻ്റെ കേസിൽ ദ ബേസിക് ഐഡിയ ഈസ് ദാറ്റ് യു ആർ ആക്ച്വലി സമ്മിങ് infinite number of terms. Okay, now if you change the order or if you somewhat rearrange the whole thing, the sum need not be actually changing. അതായത് നമ്മളൊരു സീരീസ് കൺവേർജൻ്റ് ആകണമെങ്കിൽ നമ്മൾ പറയുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസിനെ സമ്മ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടണം. ഇനി സമ്മ് ചെയ്യുമ്പോൾ വി ക്യാൻ ഡു ടു തിങ്സ്. ഓക്കെ,
വി ക്യാൻ സം അപ്പ് ടു സെർട്ടൺ പെർട്ടിക്കുലർ ഓർഡർ. നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും സം ചെയ്യാം. അതായത് നമുക്ക് ആദ്യത്തെ 10 ടേംസ് സം ചെയ്തതിന് ശേഷം അതിൻ്റെ വാല്യൂസിനെ അടുത്ത 3 ടേംസുമായിട്ട് സം ചെയ്യാം. അതിൻ്റെ വാല്യൂസിനെ അടുത്ത 4 ടേംസുമായിട്ട് സം ചെയ്യാം. അതിന് പകരം ആദ്യത്തെ 2 ടേം സം ചെയ്തതിന് ശേഷം പിന്നീട് ഒരു 3 ടേം സം ചെയ്യാം. അങ്ങനെ നമുക്ക് പല ഓർഡറുകളിൽ സമ്മേഷൻ നടത്താം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നമുക്ക് സീരീസിലെ ടേംസിനെ റീഅറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ടേമിനെ 5ാമതായി എഴുതിയാലും 5ാമത്തെ ടേമിനെ 2ാമതായി എഴുതിയാലും ഡസ് ഇറ്റ് ആക്ച്വലി അഫക്റ്റ് ദ കൺവേർജൻസ്? ഓക്കെ. അപ്പോൾ കുറച്ചുകൂടെ ഇത്തരത്തിലുള്ള റീഅറേഞ്ച്മെൻറ്റ്സും ഗ്രൂപ്പിങ്ങും, ഓക്കെ, ഈ 2 കൺസെപ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും ആക്ച്വലി കൺവേർജൻസ് ഓഫ് എ സീരീസ് മേ നോട്ട് ബി അഫക്റ്റഡ്. അങ്ങനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ. അവിടെയാണ് ഈ സീരീസിൻ്റെ പ്രശ്നം. കണ്ടീഷണലി കൺവേർജൻസ് സീരീസിൻ്റെ കേസിൽ നമ്മളതിനെ റീഅറേഞ്ച് ചെയ്ത് ആക്ച്വലി സം ചെയ്താൽ there's a possibility that series is actually not convergent. അങ്ങനെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു കേസിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ വേർഷൻ ഓഫ് കൺവേർജൻസ് വേണം. അതായത് ഈവൻ ദ സീരീസ് ഈസ് റീഅറേഞ്ച്ഡ് ദെൻ ഓൾസോ ദ സീരീസ് ആക്ച്വലി കൺവേർജസ്. ഏത് തരത്തിലുള്ള റീഅറേഞ്ച്മെൻറ്റ് നടത്തിയാലും ആ സീരീസ് കൺവേർജൻ്റ് ആകുന്ന തരത്തിലുള്ളൊരു സ്ട്രോങ്ങർ വേർഷൻ ഓഫ് കൺവേർജൻസ് വേണം. അതുകൊണ്ടാണ് നമ്മൾ അബ്സല്യൂട്ട്ലി കൺവേർജൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തത്. സോ ദാറ്റ്സ് എ മെയിൻ മോട്ടിവേഷൻ ബിഹൈൻഡ് ഡിഫൈനിങ് ദിസ് തിങ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ 2 പ്രധാനപ്പെട്ട മോട്ടിവേഷൻ പറഞ്ഞു. നമ്മൾ അബ്സല്യൂട്ട്ലി കൺവേർജൻസ് പറഞ്ഞപ്പോൾ തന്നെ ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആകണമെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ടേം സീരീസ് കൺവേർജൻ്റ് ആകണം എന്നുള്ളതാണ്. നമ്മൾ അപ്പോഴും ആ സീരീസിൻ്റെ കൺവേർജൻസിനെ ആ ഡെഫിനേഷൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. സമേഷൻ എക്സ് എൻ കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ. സോ വിച്ച് മീൻസ് ദാറ്റ് സമേഷൻ മോഡുലസ് ഓഫ് എക്സ് എൻ കൺവേർജൻ്റ് ആകുമ്പോൾ ഇറ്റ് ഈസ് നാച്ചുറൽ ടു അസ്യൂം ദാറ്റ് സമേഷൻ എക്സ് എൻ ഈസ് ഓൾവേസ് കൺവേർജൻറ്റ്. അതാണ് നമ്മൾ അടുത്തതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ചില കേസിൽ മോഡുലസ് സീരീസിൻ്റെ കൺവേർജൻസ് വളരെ എളുപ്പം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും റാദർ ദാൻ ദ സീരീസ്. ഓക്കെ. അപ്പോൾ മോഡുലസ് സീരീസിൻ്റെ കൺവേർജൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും? ഒരു സീരീസിൻ്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അവിടെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഫസ്റ്റ് ട്രിവിയൽ ആയിട്ടുള്ള റിസൾട്ട്. ഒന്ന് എന്താണ്? സമേഷൻ മോഡുലസ് ഓഫ് എക്സ് എൻ കൺവേർജൻ്റ് ആണെങ്കിൽ ഇറ്റ് ഓൾവേസ് ഇംപ്ലൈസ് ദാറ്റ് സമേഷൻ എക്സ് എൻ ഓൾസോ കൺവേർജൻറ്റ്. ഓക്കെ. സോ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സമേഷൻ എക്സ് എൻ എന്നുള്ള സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സീരീസ് ഈസ് ഓൾവേസ് കൺവേർജൻറ്റ്. സോ വിച്ച് മീൻസ് ദാറ്റ് സമേഷൻ മോഡുലസ് ഓഫ് എക്സിൻ്റെ കൺവേർജൻസ് വെച്ച് സമേഷൻ എക്സിൻ്റെ കൺവേർജൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഐഡിയ. നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവിലേക്ക് നീങ്ങുകയാണ്. ആ ഫസ്റ്റ് ഒബ്ജക്റ്റീവിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ ദെൻ ദ സീരീസ് ഈസ് ഓൾസോ കൺവേർജൻറ്റ്. ഓക്കെ. സോ വിച്ച് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് എ തിയറം. The result is, if a series in R is absolutely convergent, then it is convergent. So that is, the idea is that is if summation modulus of xn convergent implies summation xn convergent. That's the idea. Absolutely convergent ആയ എല്ലാ സീരീസും കൺവേർജൻ്റ് ആണ്. തിരിച്ച് കോൺവേഴ്സ് ഐഡിയ മേ നോട്ട് ബി ട്രൂ. കാരണം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാണ് സമേഷൻ -1n+1 ബൈ n. ആ സീരീസ് കൺവേർജൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ മോഡുലസ് സീരീസ് കൺവേർജൻ്റ് ആകണമെന്ന് നിർബന്ധമില്ല. So we have to prove that a series is absolutely convergent implies the series is convergent. So modulus of xn convergent ആണെന്ന് assume ചെയ്യുക, this convergent ആണെന്ന് prove ചെയ്യുക. So proof is quite simple. So assume that summation modulus of xn is convergent. Okay. So by Cauchy criterion of series നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. which implies for every epsilon greater than 0 there exists an m belongs to natural numbers such that modulus of xn plus 1 plus modulus of
xn plus 2 plus etc. modulus of xm should be less than epsilon for all n comma m greater than or equal to capital M. ഓക്കെ, നമ്മളിത് ഡിസ്കസ് ചെയ്താണ്. ഈ സീരീസിൻ്റെ ടേംസ് എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 2 എക്സെട്ര മോഡുലസ് ഓഫ് എക്സ് എം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയത്. ഓക്കെ, സോ അല്ലെങ്കിൽ ഇതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിനെ നമ്മൾ ടി എൻ ആയിട്ട് എടുത്താൽ ടി എൻ ഈസ് ആക്ച്വലി മോഡുലസ് ഓഫ് എക്സ് 1 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എൻ. ടി എം ഈസ് ആക്ച്വലി മോഡുലസ് ഓഫ് എക്സ് 1 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എം. ടി എൻ മൈനസ് ടി എം ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ടി എൻ മൈനസ് ടി എം ഈസ് ദിസ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എക്സ് എൻ പ്ലസ് 1 പ്ലസ് എക്സ് എൻ പ്ലസ് 2 പ്ലസ് എക്സെട്ര എക്സ് എമ്മിൻ്റെ മോഡുലസിനെ by triangle inequality we can write it is less than or equal to modulus of xn plus 1 plus etc. plus modulus of xm by triangle inequality. Now this is actually less than epsilon for all m comma n greater than or equal to capital M. Okay, so which implies this sum is actually less than epsilon for all m comma n greater than or equal to n. So if we write this as modulus of xn plus 1 plus etc. xm is actually less than epsilon for all m comma n greater than or equal to capital M. So which means that ഇത് എന്ന് വെച്ചാൽ summation xn എന്ന് പറഞ്ഞ സീരീസ് എടുത്താൽ ആ സീരീസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എസ് എൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വിച്ച് ഈസ് എക്സ് 1 പ്ലസ് എക്സ് 2 പ്ലസ് എക്സെട്ര എക്സ് എൻ. എസ് എം ഈസ് ആക്ച്വലി എക്സ് 1 പ്ലസ് എക്സ് 2 പ്ലസ് എക്സെട്ര എക്സ് എം. സോ ദിസ് ഈസ് ആക്ച്വലി ഇംപ്ലൈസ് എസ് എം മൈനസ് എസ് എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം comma n greater than or equal to capital. Oh, which implies Sn is convergent. Sequence of partial sums convergent ആണ്, which implies summation xn is convergent. ഇതല്ലാതെയും പറയാം ദിസ് ബൈ കോഷി ക്രൈറ്റീരിയ. കോഷി ക്രൈറ്റീരിയ വെച്ച് നമുക്ക് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാം? ഈ ദിസ് റിസൾട്ട് ഇംപ്ലൈസ് ദ സീരീസ് ഈസ് കൺവേർജൻറ്റ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് സമ്മേഷൻ മോഡുലസ് ഓഫ് എക്സ് എൻ ഈസ് കൺവേർജൻ്റ് ആണെന്നാണ്. സോ വി ഹാവ് നൗ എസ്റ്റാബ്ലിഷ് ദാറ്റ് സമ്മേഷൻ xn is also convergent. Okay, so which implies summation modulus of xn convergent implies summation xn convergent. So ഒരു സീരീസ് absolutely convergent ആണെങ്കിൽ that series is always convergent. Okay, now you have some works regarding this section. നിങ്ങളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള കണക്കുകളാണ്. So the question is, so establish the convergence of summation cos n by n square, summation sin n by n square, and in general summation cos n by n raised to p where p is greater than 1, and summation sin n by n raised to p where p is greater than 1. Okay, so establish these things. It is for you. നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത്. സോ വി ഹാവ് എസ്റ്റാബ്ലിഷ് ദാറ്റ് ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ, അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ ആ സീരീസ് എപ്പോഴും കൺവേർജൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഡെഫിനിഷൻ്റെ അകത്ത് നമ്മൾ അബ്സല്യൂട്ട്ലി കൺവേർജൻസ് ഡിഫൈൻ ചെയ്തപ്പോൾ സമ്മേഷൻ എക്സ് എൻ കൺവേർജസ് എ സീരീസ്, വി സേ ദാറ്റ് എ സീരീസ് ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് സമ്മേഷൻ എക്സ് എൻ കൺവേർജൻ്റ് ആണെന്നൊന്നും നമ്മളിവിടെ പറഞ്ഞില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതേ ഇല്ല. കാരണം സമ്മേഷൻ മോഡുലസ് ഓഫ് എക്സ് എൻ കൺവേർജൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ക്വയറ്റ് നാച്ചുറൽ ടു assume that summation xn is also convergent. So absolutely convergence എന്നുള്ള concept actually means that summation xn
and summation modulus of xn, both of them converges. And conditionally convergence means that summation xn is convergent, but its modulus series is not in general convergent. അങ്ങനെ നമുക്ക് ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് സീരീസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കൺവേർജൻസിനെ നമുക്ക് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്, നോൺ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് എന്ന രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ഐഡിയ. ഇതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്തു. സോ വി ഹാവ് ഡിഫൈൻഡ് എ സ്ട്രോങ്ങർ വേർഷൻ ഓഫ് കൺവേർജൻസ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് വാസ് ടു ഡിഫൈൻ എ സ്ട്രോങ്ങർ വേർഷൻ ഓഫ് കൺവേർജൻസ്. മീനിങ്, ഓക്കെ, കുറച്ചുകൂടെ ക്യാൻ യു summation modulus of xn converges implies summation xn converges. അതായത് ഇനി ഈ സീരീസിൻ്റെ കൺവേർജൻസ് വെച്ച് ഈ സീരീസിൻ്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് എ സ്ട്രോങ്ങർ വേർഷൻ ഓഫ് കൺവേർജൻസ്. ഓക്കെ, നൗ ദ സെക്കൻഡ് ഒബ്ജക്റ്റീവ് വാസ് ഓക്കെ ഇൻവേരിയൻസ്. Invariance under rearrangement and grouping. റീഅറേഞ്ച്മെൻറ്റും ഗ്രൂപ്പിങ്ങും നമ്മൾ ഡിഫൈൻ ചെയ്തത് പോലെ നമ്മൾ നേരത്തെ ഒരു ലോജിക്കൽ ഐഡിയ വെച്ച് പറഞ്ഞതുപോലെ തന്നെ റീഅറേഞ്ച്മെൻറ്റ് മീൻസ് യു ആർ ആക്ച്വലി ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ദ സീരീസ് കംപ്ലീറ്റ്ലി. ഓക്കെ, നിങ്ങൾ ആദ്യം കൂട്ടിയത് ഇപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം എന്നതിന് പകരം 10ാമത്തെ ടേം പ്ലസ് ഫസ്റ്റ് ടേം എന്ന രീതിയിൽ നിങ്ങൾക്ക് ടോട്ടൽ സീരീസിനെ മാറ്റി റീഡിഫൈൻ ചെയ്യുന്നതാണ് റീഅറേഞ്ച്. ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യുന്നില്ല, ബട്ട് യു ആർ ആക്ച്വലി ഫസ്റ്റ് ടേമിനെ സെക്കൻഡ് ടേമിനോടൊപ്പം കൂട്ടി എന്നതിന് പകരം ഫസ്റ്റ് 2 ടേംസോടെ കൂട്ടി അതിൻ്റെ ആൻസറിനെ അടുത്ത 10 ടേംസുമായിട്ട് കൂട്ടുക. ഓക്കെ, സോ യു ആർ നോട്ട് ആക്ച്വലി ചേഞ്ചിങ്, ബട്ട് യു ആർ ഗ്രൂപ്പിംഗ് സർട്ടൻ ടേംസ് ടുഗദർ ആൻഡ് സമ്മിങ് ദം ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് ഗ്രൂപ്പിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് അവർ വേർഷൻ ഓഫ് കൺവേർജൻസ് ഓർ a better version of convergence or in general convergence should be invariant under these two concepts, which means that ഞാനൊരു സീരീസിനെ റീഅറേഞ്ച് ചെയ്താലും സീരീസിനെ ഏത് ഓർഡറിൽ ഗ്രൂപ്പ് ചെയ്താലും ദ സീരീസ് ഷുഡ് നോട്ട് ബി ചേഞ്ചിങ്. ഓക്കെ, അതിൻ്റെ സം ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല, അതിൻ്റെ കൺവേർജൻസും ഡൈവേർജൻസും ആക്ച്വലി ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ദിസ് വാസ് എ ഐഡിയ. അപ്പം ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് വേണം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ. സോ അതാണ് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ലെക്ചറിൽ നമ്മൾ ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.